ഇന്നത്തെ ലെസൺ സ്പോക്കൺ ഇംഗ്ലീഷിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ലെസണാണ്. പലപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്ക് വാക്കുകൾ കിട്ടാതെ വരും. ഒരു വാക്ക് മലയാളത്തിൽ ആലോചിച്ച് പിന്നെ അതിൻ്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്താണ് എന്ന് ആലോചിച്ച് നമ്മൾ പലപ്പോഴും സ്റ്റക്കായി പോവാറുണ്ട്, ഇല്ലേ? അപ്പോൾ ഇംഗ്ലീഷിന് ഫ്ലുവൻസി കിട്ടുന്നതിന് സഹായിക്കുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിലൊന്നാണ് ഫിക്സ്ഡ് ആയിട്ടുള്ള ചില ഫ്രേസസ് അതല്ലെങ്കിൽ എക്സ്പ്രഷൻസ് ഒക്കെ പഠിച്ചു വയ്ക്കുക, ചില പാറ്റേൺസ്. അത്തരം പാറ്റേൺസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ വാക്കായിട്ട് ആലോചിക്കുന്നതിനേക്കാളും ഈസി ആയിട്ട് ആ പാറ്റേൺ ഓർമ്മിച്ച് വയ്ക്കാൻ സാധിക്കും. അത് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാനും സാധിക്കും. തീർച്ചയായും ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്ക്, ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങുന്നവർക്കൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. ചില പാറ്റേൺസ് ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. വളരെ ഈസി ആയിട്ട് അത്തരം പാറ്റേൺസ് പഠിച്ചു വയ്ക്കാം. ഇത് ഒരു സീരീസ് ഓഫ് ലെസൺസ് അങ്ങനെ ചെയ്യാൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം കുറച്ച് പാറ്റേൺസ് പഠിക്കുക എന്നത് സ്പോക്കൺ ഇംഗ്ലീഷിന് ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇന്നത്തെ ലെസൺ ആ സീരീസിലെ ആദ്യത്തെ ലെസണാണ്. തുടർച്ചയായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം അത്തരം പാറ്റേൺസ് നമുക്ക് സംസാരിക്കുമ്പോൾ ഒരുപാട് സഹായകമായിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള പാറ്റേൺസ് ആണ് ഇന്നത്തെ ഈ ലെസണിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. പലർക്കും ഇതറിയാമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ലെസൺ. ആദ്യം പഠിക്കാൻ പോകുന്നത് ഐ വുഡ് ലൈക്ക് എന്ന് തുടങ്ങുന്ന പാറ്റേൺ. ഐ വുഡ് ലൈക്ക് കഴിഞ്ഞിട്ട് ഒരു നൗൺ ഉപയോഗിക്കുക. ഐ വുഡ് ലൈക്ക് കോഫി എന്ന് പറഞ്ഞാൽ ഐ വോണ്ട് കോഫി, എനിക്ക് കോഫി വേണം എന്നാണ്. ഐ വോണ്ട് എന്ന് പറഞ്ഞാൽ പോരെ എന്ന് തോന്നും. പക്ഷേ ഐ വുഡ് ലൈക്ക് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. നല്ല കുറച്ചുകൂടി അത് ഒരു അഡ്വാൻസ്ഡ് ലെവലായി എന്ന് മാത്രമല്ല, അതൊരു നല്ല രീതിയാണ്, ഒരു ബെറ്റർ വേ. കുറച്ച് പൊളൈറ്റ് ആയിട്ടാണ് അങ്ങനെ പറയുന്നത്. ഐ വുഡ് ലൈക്ക് എന്ന് ഉപയോഗിക്കുന്നത്. ഐ വോണ്ട് എന്ന് ഉപയോഗിക്കുമ്പോൾ ആ ഒരു പൊളൈറ്റ്നെസ് അതിനകത്തില്ല. അപ്പോൾ ഐ വുഡ് ലൈക്ക് എന്ന് പറഞ്ഞ് ശീലിക്കുക. ഐ വുഡ് ലൈക്ക് കോഫി എന്ന് പറഞ്ഞാൽ എനിക്ക് കോഫി വേണം. ഐ വുഡ് ലൈക്ക് ടീ, എനിക്ക് ടീ വേണം. ഐ വുഡ് ലൈക്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ, എനിക്ക് ഒരു ഗ്ലാസ് വാട്ടർ വേണം. ഐ വുഡ് ലൈക്ക് സം ഹെൽപ്പ്, എനിക്ക് കുറച്ച് ഹെൽപ്പ് വേണം. ഐ വുഡ് ലൈക്ക് യുവർ ഹെൽപ്പ്, എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണം. ഇങ്ങനെ ഏത് നൗൺ വേണമെങ്കിലും ഐ വുഡ് ലൈക്ക് എന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഐ വുഡ് ലൈക്ക് എന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. ഐ വുഡ് ലൈക്ക് എന്നൊരു കുറച്ച് അധികം പ്രാവശ്യം ഒന്ന് പറഞ്ഞു നോക്കുക. പറയാൻ പറ്റാത്തവർക്ക് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു നോക്കുമ്പോൾ അത് ശരിക്കും നമുക്ക് പെട്ടെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഐ വുഡ് ലൈക്ക് കോഫി, ഐ വുഡ് ലൈക്ക് ടീ, ഐ വുഡ് ലൈക്ക് മിൽക്ക് എന്നൊക്കെ പറഞ്ഞു നോക്കുക. ഐ വുഡ് ലൈക്ക് കഴിഞ്ഞിട്ട് ഒരു നൗൺ. എനിക്ക് ഒരു പുതിയ ഡ്രസ്സ് വേണം എന്നെങ്ങനെ പറയും? ഐ വുഡ് ലൈക്ക് എ ന്യൂ ഡ്രസ്. എനിക്ക് കൂടുതൽ ഫ്രീ ടൈം വേണം. ഐ വുഡ് ലൈക്ക് മോർ ഫ്രീ ടൈം. എനിക്ക് നാളേക്ക് ഒരു അപ്പോയിൻമെൻറ്റ് വേണം. ഐ വുഡ് ലൈക്ക് ആൻ അപ്പോയിൻമെൻറ്റ് ഫോർ ടുമാറോ. ആൻ അപ്പോയിൻമെൻറ്റ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന നൗൺ അനുസരിച്ച് ആൻ അല്ലെങ്കിൽ എ മാറി മാറി ഉപയോഗിക്കാം. എ കോഫി, എ ടീ എന്ന് പറഞ്ഞ പോലെ ആൻ അപ്പോയിൻമെൻറ്റ്. അതല്ലെങ്കിൽ ദ എന്ന് ഉപയോഗിക്കാം. ഐ വുഡ് ലൈക്ക് ദ വാട്ടർ, ആ വാട്ടർ എനിക്ക് വേണം. ഐ വുഡ് ലൈക്ക് ദ ചെയർ, അതായത് ഒരു ചെയർ കാണിച്ചിട്ട് ഐ വുഡ് ലൈക്ക് ദ ചെയർ, ആ ചെയർ വേണം. ഐ വുഡ് ലൈക്ക് എ റെസീറ്റ്, എനിക്കൊരു റെസീറ്റ് വേണം. അപ്പോൾ ഐ വുഡ് ലൈക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാമല്ലോ. ഒരുപാട് സെൻറ്റൻസസ്, ഒരുപാട് നൗൺസ് ആലോചിക്കുക. എനിക്ക് അത് വേണം, എനിക്കിത് വേണം എന്നൊക്കെ ആലോചിക്കില്ലേ? അങ്ങനെയൊക്കെ ആലോചിച്ച് അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്കുള്ള ബുദ്ധിമുട്ട് ഒരാൾ കൂടെ പ്രാക്ടീസ് ചെയ്യാനില്ല എന്നതാവാം. അത് ഒരു മിററിൻ്റെ മുന്നിൽ നിന്ന് ഒന്ന് പറഞ്ഞു നോക്കുക. എത്രത്തോളം ഇഫക്റ്റീവ് ആണ് ഇത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. തീർച്ചയായും ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. ഒന്ന് ശ്രമിച്ചു നോക്കുക. അപ്പോൾ ഐ വുഡ് ലൈക്ക് പ്ലസ് നൗൺ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് അത് തന്നെ ഒരു ക്വസ്റ്റ്യൻ രൂപത്തിൽ ചോദിക്കണമെങ്കിൽ എങ്ങനെയാണ് ചോദിക്കുക? വുഡ് യു ലൈക്ക് എന്ന് മാറ്റുക. വുഡ് യു ലൈക്ക് കോഫി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കോഫി വേണോ എന്നാണ്. വുഡ് യു ലൈക്ക് ടീ, നിങ്ങൾക്ക് ടീ വേണോ. വുഡ് യു ലൈക്ക് സം ഹെൽപ്പ്, നിങ്ങൾക്ക് കുറച്ച് ഹെൽപ്പ് വേണോ. വുഡ് യു ലൈക്ക് ആൻ അപ്പോയിൻമെൻറ്റ് ഫോർ ടുമാറോ, നാളേക്ക് വേണ്ടി ഒരു അപ്പോയിൻമെൻറ്റ് നിങ്ങൾക്ക് വേണോ. വുഡ് യു ലൈക്ക് എ റെസീറ്റ്, നിങ്ങൾക്കൊരു റെസീറ്റ് വേണോ. വുഡ് യു ലൈക്ക് സം ചെയേഴ്സ്, നിങ്ങൾക്ക് ചെയേഴ്സ് വേണോ. ഏത് നൗൺസ് വേണമെങ്കിലും ഇത്തരത്തിൽ ഉപയോഗിക്കാം. അപ്പോൾ വുഡ് യു ലൈക്ക് പ്ലസ് നൗൺ, അത് ക്വസ്റ്റിൻ്റെ രൂപത്തിൽ ആയി. ഇനി ഐ വുഡ് ലൈക്ക് കഴിഞ്ഞിട്ട് ഒരു നൗൺ പഠിച്ചില്ലേ? ഇനി ആ നൗൺ ഒന്ന് മാറ്റി ഒരു വേർബ് വയ്ക്കാം. ഐ വുഡ് ലൈക്ക് ടു പ്ലസ് വേർബ്, ഒരു വേർബിൻ്റെ ബേസ് ഫോം. ഇപ്പോൾ എനിക്ക് ഒരു ചായ വേണം. ഐ വുഡ് ലൈക്ക്
എ ടീ എന്നല്ലേ? ഇതല്ലാതെ എനിക്ക് ചായ കുടിക്കണം എന്നാണെങ്കിൽ കുടിക്കുക എന്ന ഒരു വേർബ് അവിടെ വന്നില്ലേ? അപ്പോൾ നമുക്ക് ഐ വുഡ് ലൈക്ക് ടു ഡ്രിങ്ക് എ ടീ. എനിക്കൊരു ചായ കുടിക്കണം. ഐ വുഡ് ലൈക്ക് ടു ഗോ ദർ. എനിക്ക് അവിടെ പോകണം. ഐ വുഡ് ലൈക്ക് ടു വിസിറ്റ് ദാറ്റ് പ്ലേസ്. എനിക്ക് ആ സ്ഥലം വിസിറ്റ് ചെയ്യണം. ഐ വുഡ് ലൈക്ക് ടു കഴിഞ്ഞിട്ട് ഒരു വേർബിൻ്റെ ബേസ് ഫോം. പോകാൻ എന്നാണെങ്കിൽ ഗോ ഉപയോഗിക്കുക, വരാൻ എന്നാണെങ്കിൽ കം ഉപയോഗിക്കുക. അങ്ങനെ ഏത് വേർബാണോ അതിനനുസരിച്ച് മാറ്റി മാറ്റി ഉപയോഗിക്കുക. ഐ വുഡ് ലൈക്ക് ടു റൈറ്റ് എ ലെറ്റർ. എനിക്കൊരു ലെറ്റർ എഴുതണം. ഐ വുഡ് ലൈക്ക് ടു സെൻഡ് എ ലെറ്റർ. എനിക്കൊരു ലെറ്റർ അയക്കണം. ഐ വുഡ് ലൈക്ക് ടു പേ ബൈ ക്രെഡിറ്റ് കാർഡ്. എനിക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യണം. എനിക്ക് ആ ന്യൂ റെസ്റ്റോറൻറ്റ് ഒന്ന് ട്രൈ ചെയ്യണം. എങ്ങനെ പറയും? ഐ വുഡ് ലൈക്ക് ടു ട്രൈ ദാറ്റ് ന്യൂ റെസ്റ്റോറൻറ്റ്. എനിക്ക് നാളെ കൊച്ചിയിൽ പോകണം. ഐ വുഡ് ലൈക്ക് ടു ഗോ ടു കൊച്ചി ടുമോറോ. എനിക്ക് ഇൻഷുറൻസ് ഏജൻറ്റുമായി ഒന്ന് സംസാരിക്കണം. ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു ദ ഇൻഷുറൻസ് ഏജൻറ്റ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം. ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ്. അപ്പോൾ ഉപയോഗിക്കേണ്ട സ്ട്രക്ചർ ഐ വുഡ് ലൈക്ക് കഴിഞ്ഞിട്ട് ടു പ്ലസ് വേർബ്. അത് മനസ്സിലായല്ലോ? അപ്പോൾ 3 പാറ്റേൺസ് നമ്മൾ പഠിച്ചു. ഇനി ഇതല്ലാതെ വുഡ് യു ലൈക്ക് കഴിഞ്ഞിട്ട് ടു പ്ലസ് ഒരു വേർബ്. വുഡ് യു ലൈക്ക് ടു ഗോ? ടു ഗോ. ഗോ എന്നാൽ പോകുക. നിങ്ങൾക്ക് പോകണോ എന്നാണ് ചോദിക്കുന്നത്. വുഡ് യു ലൈക്ക് ടു ഗോ? വുഡ് യു ലൈക്ക് ടു സിറ്റ് ഹിയർ? നിങ്ങൾക്ക് ഇവിടെ ഇരിക്കണോ? വുഡ് യു ലൈക്ക് ടു സീ ദ മൂവി? നിങ്ങൾക്ക് ആ മൂവി കാണണോ? അപ്പോൾ അതും വളരെ ഈസി ആയിട്ട് വുഡ് യു ലൈക്ക് ടു കഴിഞ്ഞിട്ടാണ് വേർബിൻ്റെ ബേസ് ഫോം ഉപയോഗിക്കേണ്ടത്. വുഡ് യു ലൈക്ക് ടു ഗോ ഫോർ എ വാക്ക്? നിങ്ങൾക്ക് നടക്കാൻ പോകണോ? ഒരു നടത്തത്തിന് പോകണോ? നിങ്ങൾക്ക് നടക്കാൻ പോകണോ എന്നാണ്. വുഡ് യു ലൈക്ക് ടു ഗോ ഫോർ എ വാക്ക്? നിങ്ങൾ കൊച്ചിയിലേക്ക് എൻ്റെ കൂടെ വരുന്നോ? അതെങ്ങനെ ചോദിക്കുക? വുഡ് യു ലൈക്ക് വരുന്നോ എന്നാണ്, വരിക. വുഡ് യു ലൈക്ക് ടു കം ടു കൊച്ചി വിത്ത് മീ? എൻ്റെ കൂടെ എന്നല്ലേ? അപ്പോൾ വുഡ് യു ലൈക്ക് ടു കം ടു കൊച്ചി വിത്ത് മീ? വുഡ് യു ലൈക്ക് എന്ന് ചോദിക്കുന്നത് ഡു യു വാണ്ട് ടു കം? വുഡ് യു ലൈക്ക് ടു കം എന്ന് ചോദിക്കുന്നതും ഡു യു വാണ്ട് ടു കം എന്ന് ചോദിക്കുന്നതും സെയിം തന്നെ. പക്ഷേ വുഡ് യു ലൈക്ക് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു പൊളൈറ്റ് വേയിൽ ആയി. ഇനി ഒരു പാറ്റേൺ കൂടി പഠിക്കാം. ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചില ആളുകൾക്ക് ഓഫർ ചെയ്യും. ഞാൻ ബാഗ് എടുക്കണോ എന്ന് ചോദിക്കില്ലേ? ഒരാൾ ബാഗ് ഹെവി ആയിട്ടുള്ള ബാഗ് പിടിക്കുന്നു. അപ്പോൾ ഞാനൊന്ന് പിടിക്കണോ? അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പിടിക്കണോ എന്നാണ് ചോദിക്കുന്നത്. അതല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ ജനലൊന്ന് അടയ്ക്കണോ, ആ വാതിലൊന്ന് അടയ്ക്കണോ എന്നൊക്കെ ചോദിക്കില്ലേ? അത് ഒരു ഓഫറാണ്. ഞാനങ്ങനെ ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. അതെങ്ങനെ പറയും? അതിന് ഉപയോഗിക്കേണ്ട ഒരു പാറ്റേൺ ആണ് വുഡ് യു ലൈക്ക് മീ ടു ഡു സംതിങ്. എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യണോ? വുഡ് യു ലൈക്ക് മീ ടു വെയിറ്റ് ഹിയർ? ടു വെയിറ്റ് ഹിയർ, വെയിറ്റ് ചെയ്യണോ എന്നാണ്. അപ്പോൾ വുഡ് യു ലൈക്ക് കഴിഞ്ഞിട്ട് ഒരു മീ എന്ന്, ഞാൻ വെയിറ്റ് ചെയ്യണോ എന്നല്ലേ? അപ്പോൾ വുഡ് യു ലൈക്ക് മീ ടു വെയിറ്റ് ഹിയർ? വുഡ് യു ലൈക്ക് മീ ടു സെൻഡ് ദാറ്റ് ലെറ്റർ? വുഡ് യു ലൈക്ക് മീ ടു സെൻഡ് ദാറ്റ് ലെറ്റർ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി അത് എക്സ്പ്ലെയിൻ ചെയ്യണോ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ എന്താ വേണ്ടത്? വുഡ് യു ലൈക്ക് മീ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നാണ്. അപ്പോൾ വുഡ് യു ലൈക്ക് മീ ടു എക്സ്പ്ലെയിൻ ഇറ്റ് എഗെയിൻ? വുഡ് യു ലൈക്ക് മീ ടു എക്സ്പ്ലെയിൻ ഇറ്റ് എഗെയിൻ? അതൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണോ? ഇന്ന് പഠിച്ച പാറ്റേൺസ് ഒന്നും മറക്കാതിരിക്കുക. ആദ്യം പഠിച്ചത് എന്താ? എനിക്ക് ഒരു ചായ വേണം. ഐ വുഡ് ലൈക്ക് എ ടീ. എനിക്ക് ചായ കുടിക്കണം. ഐ വുഡ് ലൈക്ക് ടു ഡ്രിങ്ക് ടീ. നിങ്ങൾക്ക് ചായ വേണോ? വുഡ് യു ലൈക്ക് ടീ? എനിക്ക് ചായ കുടിക്കണം. നിങ്ങൾക്ക് ചായ കുടിക്കണോ? അതെങ്ങനെയാണ്? വുഡ് യു ലൈക്ക് ടു ഡ്രിങ്ക് ടീ? ഞാൻ നിങ്ങൾക്ക് ഒരു ചായ ഉണ്ടാക്കണോ? വുഡ് യു ലൈക്ക് മീ ടു മേക്ക് എ ടീ? 5 ഡിഫറെൻറ്റ് എക്സ്പ്രഷൻസ് പഠിച്ചു. ഐ വുഡ് ലൈക്ക് എന്ന് മാത്രം ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ശ്രമിക്കുക, കൂടുതൽ സെൻറ്റൻസസ് പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും.